അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കാനായിലുള്ള മനോജ് കുമാറാണ്. അപ്രതീക്ഷിതമായി ഒരു എക്സിബിഷൻ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇത്രയും മനോഹരമായി ചെയ്ത വീഡിയോ ഇതൊക്കെ കാണുമ്പോൾ അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. ഈ പ്രദർശനം എപ്പോഴാണ് തുടങ്ങിയത്? ഇത് ഡിസംബർ 25 മുതൽ 30 വരെയാണ് ഈ പ്രദർശനം പയ്യന്നൂർ ലളിതകല ആർട്ട് ഗാലറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പരസ്പരം എന്നൊരു കൂട്ടായ്മയിലൂടെ പരസ്പരം എന്ന് പേരിട്ടുകൊണ്ട് ജനങ്ങളെ എല്ലാവരും സംഘടിപ്പിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ നമ്മൾ പോസ്റ്ററും പിന്നെ കൂടാതെ നമ്മുടെ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരിലൂടെയും ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഒരു 500 ആളോളം ആൾക്കാരോടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ചിത്രമല്ല, ഇത് ചിത്രമല്ല, ഇത് വിനൈൽ സ്റ്റിക്കർ, ഗ്ലോസി വിനൈൽ സ്റ്റിക്കർ, പിന്നെ കൂടാതെ റിപ്ലൈ സ്റ്റിക്കർ എന്നിവ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ ആർട്ട് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഇത് മുമ്പ് ഞാൻ 10ാം ക്ലാസ് തൊട്ട് വരക്കാൻ തുടങ്ങിയാണ്. പിന്നെ അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ നാഷണൽ സ്കൂൾ ഓഫ് ആർട്സ് ചേർന്നു. എൻ്റെ ചിത്രങ്ങളെ ഒന്നുകൂടി കൂടുതൽ ചിത്രങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചു. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ നാട്ടിലുള്ള ഒരുപാട് അഡ്വർടൈസ് കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ അതിനിടയിൽ ചെറിയ സ്റ്റിക്കർ വർക്കുകളും ബാക്കി വണ്ടിയിലെ പേര് നെയ്മെല്ലാം ഒട്ടിക്കുന്ന വർക്കുകളും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞാൽ പിന്നീട് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ജോലി സാധ്യത കിട്ടി. ഞാൻ ബാംഗ്ലൂർ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു. ഫാമിലി മോനും എല്ലാവരും ഇവിടെയാണ്. ഇതുപോലെ ഒരു ചിത്രം ചെയ്യണമെങ്കിൽ എത്ര ദിവസം പിടിക്കും? ഇതുപോലെ ഈ ചിത്രത്തിൽ ഞാൻ 1 മാസം എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിലുള്ള നമ്മൾ തെയ്യങ്ങൾ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ എല്ലാവർക്കും തെയ്യങ്ങളെ കൂടുതലായിട്ട് അറിയുന്ന ഒരു കലാരൂപമാണ് തെയ്യം. ഈ തെയ്യത്തിൻ്റെ മുഖത്തെടുത്തും അതുപോലെ പൂക്കളും തലയിലെ അതിനെന്താ പറയുന്നത് അറിയില്ല. ഓക്കെ, ഇതെല്ലാം വിഷ്ണുമൂർത്തിയാണ്. എത്ര തരം തെയ്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഞാൻ ഇപ്പോൾ 3 തരം തെയ്യത്തിന് ചെയ്തിട്ടുണ്ട്. ഇത് വിഷ്ണുമൂർത്തിയുണ്ട്, വേറെ ബാലിയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില തെയ്യങ്ങൾക്ക് വെള്ളാട്ടായിട്ട് തുടങ്ങിത്തോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നൊരു തെയ്യത്തിന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള കണ്ടനാറുകളാണ്. അത് ബാലി. ഈ ചിത്രം വളരെ മനോഹരമായിരിക്കും. ഇത് ചെയ്യാൻ എത്ര ദിവസം എടുത്തിരുന്നു? ഇത് ഈ ചിത്രങ്ങൾ കൂടുതൽ വലിപ്പം കൂടുതലുണ്ട്. അതുപോലെ ഇതിനുള്ളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടുതലാണ്. അപ്പോൾ ഇതിന് ഞാനൊരു 2.5 മാസക്കാലോളം ചെയ്തെടുത്ത് ഒരു കലാരൂപമാണ്. ഇത് കൃഷ്ണൻ ആദ്യമല്ല, കൂടാതെ നിരവധി രീതികളാണ്. ഇതെല്ലാം പറഞ്ഞു ഇത് കുറേ ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങളുണ്ട് ഇതിൽ. അത് ശില്പങ്ങൾ പോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പഴയ കാലങ്ങളിലെ ശില്പകലയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനും രാധയും തമ്മിലുള്ള ബന്ധങ്ങൾ, അത് രാധയുടെ ബാക്ക്ഗ്രൗണ്ട്, കൃഷ്ണൻ്റെ അതെല്ലാം ചേർത്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ കൃഷ്ണൻ രാധയും ഓടപ്പഴം വിളിക്കുന്ന ആ ഒരു ഫീലിംഗ്, ആസ്വാദനം, അതാണ് ഞാൻ ഇതിൽ കണ്ടെത്തിയത്. ഏത് ചിത്രങ്ങളാണ് കൂടുതലായി ചെയ്യാറ്? കൂടുതലായി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിലേക്ക് പോയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പലവിധ രുചിയായിരിക്കും ഓരോന്നിനും. അപ്പോൾ ഞാൻ എല്ലാം മിക്സ്, അതിൽ ദൈവങ്ങളുണ്ട്, തെയ്യങ്ങളുണ്ട്, അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ കുതിരയുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, എല്ലാം മിക്സഡ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ചിത്ര പ്രദർശനം എപ്പോഴാണ് അവസാനിക്കുന്നത്? ഇത് 30-നാണ് അവസാനിക്കുന്നത്. ഡിസംബർ 30. സമാപന സമ്മേളനം 30-നാണ്. എൻ്റെ ഫാമിലി ദീപിക വൈഫാണ്. അതുപോലെ മകൻ മൃദുൽദേവ്, അവൻ്റെ ചിത്രപ്രദർശനം ഇതിലുണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അവിടെ ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു. വൈഫും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മകം വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. അവന് ഈ സ്റ്റിക്കറിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ കളർ, ഇത് സ്റ്റിക്കറാണ്. അതുപോലെ ആ സൈഡിൽ അവൻ്റെ എല്ലാ
പെൻസില്, പെയിൻറ്റിങ് എല്ലാ സാധനങ്ങളും ആ സൈഡിൽ പരിഹരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ചെയ്തു വരുന്ന കലാരൂപമാണ് തെയ്യം. ആ കലാരൂപം ഇത് ബാലി എന്നറിയപ്പെടുന്നു. ഇതിനെ ഞാൻ ഇത് ചെയ്യാൻ 2 മാസക്കാലം എടുത്തതാണ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായി അത് സൂക്ഷ്മമായി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തതാണ് ഈ തെയ്യത്തിൻ്റെ രൂപം. ഇതിനെ കൂടുതലായി വലുപ്പം കൂടിയത് കൊണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് വലുപ്പമായതുകൊണ്ട് കൂടുതൽ ടൈം എടുത്ത് സൂക്ഷ്മമായി, അതും എയറോ ഇല്ലെങ്കിൽ പൊടിയോ ഒന്നും കയറാതെ സൂക്ഷ്മമായി ഒട്ടിച്ചെടുത്താണ് ഈ തെയ്യത്തിൻ്റെ കലാരൂപം. ഈ ചിത്രം ചെയ്യുന്നത് കൂടാതെ ഇത് സെയിൽ ചെയ്യണം. ഇത് സെയിലിംഗ് ഉണ്ട്. കാരണം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ സെയിൽ ചെയ്താലേ നമ്മളെ ജീവിത ഭാഗങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സെയിലിംഗും എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സിബിഷനായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാർക്കറ്റിങ്ങും സെയിലിങ്ങും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു വരുന്നു. ഇങ്ങനെയുള്ള ചിത്രമൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എത്ര പൈസ ഈടാക്കും? ഇതിന് ഏകദേശം 1.5 ലക്ഷം വരും. ഇങ്ങനെയുള്ള 1.5 lakhs. അപ്പോൾ ഇതിൻ്റെ മൈന്യൂട്ടും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്തെങ്കിൽ നമുക്ക് ആ പൈസേൻ്റെ മൂല്യം, അതിൽ കിട്ടുന്ന പൈസേൻ്റെ മൂല്യമാണ് പറഞ്ഞത്. അതിൽ ഹാർഡ് വർക്കിൻ്റെ ഒരു രൂപമാണ് ഈ കാണാൻ. ഇത് ഒരു ആഫ്രിക്കൻ മോഡൽ അല്ലേ? അതെ. ഇതുപോലുള്ള ചിത്രങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇതുവരെ ചെയ്തതായിട്ട് അറിയില്ല. ഈ സ്റ്റിക്കർ ആർട്ടിൻ്റെ പ്രദർശനം ഇന്ത്യയിൽ തന്നെ സ്റ്റിക്കറിൽ ചെയ്ത പ്രദർശനം തന്നെ ആദ്യമായിട്ടാണ് പയ്യന്നൂർ ലളിതകലാ അക്കാദമിയിൽ ആരംഭിച്ചിരുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നമ്മളുടെ ഈ അറിയാതിടയിലൂടെ എന്ന പരിപാടിയിൽ നിങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമസ്കാരം. മീഡിയയുടെ അറിയാതിട എന്ന പ്രോഗ്രാമിലേക്ക് ഇതിൽ ഉൾപ്പെടുത്തിയതിൽ ഒരുപാട്. മനോജ് കുമാർ മാത്രാടൻ കാനായി, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കാനായി ഉണ്ണിമുക്ക് എന്ന സ്ഥലത്ത് ജനനം. അച്ഛൻ പരേതനായ പാലേരി ജനാർദ്ദനൻ, അമ്മ മാത്രാടൻ പത്മാവതി. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. 10ാം ക്ലാസ്സിന് ശേഷം ചിത്രകലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പയ്യന്നൂർ ബ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സിൽ 2 വർഷത്തെ ഡിപ്ലോമ പൂർത്തിയാക്കി. നാട്ടിൽ ആർട്ടുമായി ബന്ധപ്പെട്ട ജോലിക്കിടെ ബാംഗ്ലൂരിൽ ഗ്രാഫിക് ഡിസൈനർ ജോലിയും ലഭിച്ചു. ഇതിനിടയിൽ കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഫൈൻ ആർട്സിൽ 3 വർഷത്തെ ഡിഗ്രിയും പൂർത്തിയാക്കി. ഒഴിവു സമയങ്ങളിൽ പുതിയതും വ്യത്യസ്തവുമായ ആർട്ട് ചെയ്യണം എന്ന ചിന്താഗതിയിൽ ഉരുത്തിരിഞ്ഞതാണ് സ്റ്റിക്കർ ആർട്ട്. നാട്ടിൽ അനുബന്ധ ജോലി ചെയ്ത് സ്റ്റിക്കറിൽ ചിത്രങ്ങൾ ചെയ്യാൻ വളരെയധികം ശ്രമിച്ചു. ഒഴിവു സമയങ്ങളിൽ സ്റ്റിക്കർ ചിത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. വ്യത്യസ്തങ്ങളായി സ്റ്റിക്കർ വിവിധ തരത്തിലുള്ള ആകൃതിയിൽ കൃത്യതയോടെ മുറിച്ചെടുത്ത് സൂക്ഷ്മമായി സമയമെടുത്ത് ഒട്ടിച്ചെടുക്കുന്നതാണ് സ്റ്റിക്കർ ആർട്ട്. സ്റ്റിക്കർ ആർട്ട് ചെയ്യാൻ ചിത്രത്തിന്റെ വലിപ്പം, അതിന്റെ സൂക്ഷ്മത എന്നിവ അനുസരിച്ച് 1-2 മാസങ്ങൾ വരെ വേണ്ടിവരും. 2024 രാജാ രവിവർമ്മ ശ്രേഷ്ഠ കലാസാഹിത്യ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഭാര്യ ദീപിക, മകൻ മൃദുൽദേവ് എന്നിവരോടൊപ്പം ബാംഗ്ലൂരിൽ താമസിച്ചു വരുന്നു. ചിത്രകലയിൽ ഇനിയും വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ മനോജ് കുമാർ മാത്രാടനെ സാധിക്കട്ടെ.